നമുക്ക് പ്രൊമോഷൻസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ റീൽസ് മാറി, ഇപ്പോൾ പ്രൊമോഷനിലേക്ക് മാറി. പണ്ട് കണ്ടന്റ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടന്റ് വൈസ് പ്രൊമോഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആളുകളിൽ നിന്ന് വരുന്ന നമ്മുടെ റീലിന്റെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാണ്? അതായത് റീൽ കണ്ടന്റ് ചെയ്യുമ്പോഴും പ്രൊമോഷൻ ചെയ്യുമ്പോഴും ഉള്ള ഒരു അതായത് കണ്ടന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ പ്രൊമോഷൻ ആണെങ്കിലും നമ്മൾ ഏറ്റവും അവസാനത്തെ കുറച്ച് സമയമാണ് അത് പ്രൊമോഷന് വേണ്ടി മാറ്റി വെക്കുന്നത്. അല്ല ആദ്യം മുതലെന്ന് നമ്മൾ പ്രൊമോഷനായിട്ട് പറയുന്നില്ല. അപ്പൊ കണ്ടന്റ് ഉണ്ട്, ഇതൊക്കെ കണ്ടന്റ് തന്നെയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തേക്ക് ഈ അവർക്ക് ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കുക. അതിന്റെ കൂടെ ഞങ്ങൾക്ക് കാരണം ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോ ഞങ്ങൾക്ക് എന്തായാലും അതിന്റെ ഒരു വരുമാനം വേണ്ടേ? അപ്പോ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യും. ആളുകൾക്ക് ഒരു രസിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോ പ്രൊമോഷന് അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ തന്നെ. ചിലപ്പോ 50% ഓഫ്, ചിലപ്പോ നിങ്ങൾ അറിയാതെ പോകും, അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിൽ നിങ്ങൾ അറിയാതെ പോകും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ബ്ലോഗേഴ്സ് തന്നെയല്ലേ നിങ്ങൾ ഇതിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോ ഇന്ന് തന്നെ നക്ഷത്ര ഗോൾഡിന്റെ 21 ഉള്ള ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് 21 ജനിച്ച കുട്ടികൾക്ക്. കാരണം എന്റെ മോൻ May 21 ആണ്, ലാലേട്ടന്റെ ബർത്ത്ഡേ ഞാൻ അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് കുറെ എന്റെ റിലേറ്റീവ്സ് അയച്ചു തന്നു മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ ഞാൻ അറിഞ്ഞു അതാണ് നിങ്ങൾക്ക് ഇനോഗ്രേഷൻ. എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ പെരുന്നാള് വരുമ്പോ ഇന്ന സ്ഥലത്ത് 70% ഓഫ് ഉണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കാം. ചിലപ്പോ നല്ലത് എടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. 70% ഒട്ടുമിക്ക പ്രൊമോഷൻസ് നമുക്കറിയാലോ, എല്ലാരും ചെയ്യുന്ന അത് തന്നെയാണ്. പക്ഷെ ഇത് ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരാൾ വേണ്ടേ? നിങ്ങൾ വേണം. ഞങ്ങള് പശുവിന്റെ കടിയും മാറും, വിശപ്പും മാറും. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്.